മിണ്ടാത്തതെന്തേ ഗോവിന്ദേട്ടാ ഇങ്ങടെ ഉള്ളിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. അപ്പം കച്ചവടത്തിന് പോയോടോ? അപ്പം കച്ചവടത്തിലാണോ? ഭാര്യയുടെ മറ്റേ പ്രചരണത്തിന് പോലും എവിടെയും മഷിയിട്ട് നോക്കിയിട്ടൊന്നും കാണാനില്ല. ചിലർ പറഞ്ഞു തളിപ്പറമ്പിൽ ജയരാജന്മാർ ഇറങ്ങില്ലെന്ന്. ഞങ്ങളുടെ ജയരാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി തളിപ്പറമ്പിൽ ശ്യാമള ചേച്ചി തന്നെ MLA. ജയരാജന്മാർ ഇറങ്ങിയാൽ എങ്ങനെ തളിപ്പറമ്പിൽ ശ്യാമള ചേച്ചി തന്നെ? അത് പിന്നെ ഒരു അടക്കം പറച്ചിൽ ഉണ്ടായിരുന്നല്ലോ. പി ജയരാജന് ഞങ്ങളുടെ ശ്യാമള ചേച്ചി ഇറക്കിയിൽ എന്തോ ഒരു ചൊറിച്ചിലുണ്ടെന്ന്. അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ജയരാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പി ജയരാജനും പിന്നെ ജയരാജനും ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി ജയരാജന്മാരുടെ പേര് പറ. എല്ലാവരും പി ജയരാജൻ, MP ജയരാജൻ, MB ജയരാജൻ, എല്ലാ ജയരാജന്മാരെ നിങ്ങൾ ഇറക്കി. അതെ. പക്ഷെ മാത്രം കാണയില്ല. എത്ര കാല് പിടിക്കേണ്ടി വന്നു? കാലൊന്നും പിടിച്ചില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പി ജയരാജൻ ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പാർട്ടി പറയുന്നു പോയി പ്രചരണത്തിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോകും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹം വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇതേ ശ്യാമളയെ പണ്ട് വിമർശിച്ചിട്ടുമുണ്ട് ആന്തൂരിലെ സാജന്റെ വിഷയത്തില്. പക്ഷെ ആദ്യം എന്തായിരുന്നു ഇവരെല്ലാവരും മാറി നിന്നത്? തളിപ്പറമ്പിൽ ശ്യാമളയെ നിർത്തിയപ്പോഴത്തേക്ക് ഇവരെല്ലാം മാറി നിൽക്കുകയായിരുന്നല്ലോ. എന്തായിരുന്നു കാരണം? പിന്നീട് അനുനയ നീക്കം ഉണ്ടായതിനു ശേഷമല്ലേ തളിപ്പറമ്പിൽ പോയത്? ശ്യാമളെ നിർത്തിയിൽ ആർക്കും ഒരു വിരോധം ഇല്ലാതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ ഞങ്ങളുടെ വോട്ടുകളൊക്കെ അവിടെ പോകുമെന്ന് പറഞ്ഞവർ എവിടെ? ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വോട്ടൊക്കെ അവിടെ പോകുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ? അതാണ് ഞങ്ങളുടെ ജയരാജന്മാർ വന്നിട്ട് കാര്യമില്ലല്ലോ. ഗോവിന്ദൻ എവിടെ? ഇനി അദ്ദേഹം ഭാര്യ എവിടെ? അല്ലെ, ഭാര്യയുടെ ഭർത്താവ് എവിടെ? അദ്ദേഹം വന്നിട്ട് വേണം. ഭാര്യയുടെ ഭർത്താവ് എവിടെ? അദ്ദേഹം അല്ലല്ല അദ്ദേഹം വന്നിട്ട് വേണം. മാധ്യമങ്ങൾക്ക് മുൻപിൽ 2 ഡയലോഗ് അടിക്കുന്നു. ശ്യാമളേച്ചി പുഷ്പം പോലെ തോൽക്കുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു ശ്യാമളേച്ചി വരെ പറഞ്ഞെന്ന് തോന്നുന്നു, ഗോവിന്ദേട്ടാ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്ക് വരരുതെന്ന്. അതൊന്നുമല്ല. പക്ഷെ കുടുംബാധിപത്യം നിങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾ കുടുംബാധിപത്യം തന്നെ അല്ലേ അത്? ഗോവിന്ദൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദന്റെ നിന്ന് മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഭാര്യയ്ക്ക്. ഭാര്യ കഴിയുമ്പോ എന്തോ മോന് കൊടുക്കൂ? ഞങ്ങൾ ഇപ്പോഴും പറയാണ് ഗോവിന്ദന്റെ ഘടകം മാറ്റി നിർത്തൂ. അവരൊരു പ്രവർത്തകയാണ്, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തക. അയ്യോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ ആ ഒരു നിലപാടം എടുത്താൽ പോരായിരുന്നു. പക്ഷെ നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞത്. അപ്പൻ നിങ്ങൾ എന്തോ പറഞ്ഞു തന്ന് അപ്പം കഴിഞ്ഞാൽ മോന് കൊടുക്കാൻ ഇതെന്തോ കുടുംബ കോട്ടയാണോ എന്ന്? അതാണ് പ്രശ്നം. ഇവരിടുമ്പോ ബർമൂട, ബാക്കിയുള്ളവരിട്ട വള്ളിക്കളസം. പി ജയരാജൻ എന്ത് സീറ്റ് കൊടുക്കാത്തത്? അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. എത്രയോ കാലമായിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യനൊക്കെ പാർട്ടി സെക്രട്ടറി ആയാല് ഈ പാർട്ടിക്ക് ഒരു മെനയാകും. അദ്ദേഹത്തിന് ഒരു പദവി കൊടുക്കുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി നിൽക്കും. അപ്പൊ പിന്നെ ചിലരുടെ ആധിപത്യം നടക്കില്ലല്ലോ, അതുകൊണ്ട് ഒതുക്കിയതാ. ഇനി അമ്മായിയപ്പം കഴിയുമ്പോഴത്തേക്ക് മരുമോന് വരണ്ടേ? അപ്പോഴത്തേക്ക് പി ജയരാജനെയൊക്കെ പാർട്ടി സെക്രട്ടറി ആക്കിയാൽ നടക്കുവോ? എന്തായാലും ഞങ്ങൾ തന്നെ തളിപ്പറമ്പ് തൂക്കും. ഇതോടെ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ തൂത്തോ ചൂല്? നമ്മള് അങ്ങനെയല്ല, ഞങ്ങൾ വിജയിക്കുമെന്ന്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ തളിപ്പറമ്പിൽ ഒരു സീറ്റ് LDF-ന്. ബാക്കിയുള്ളടത്തൊന്നും കിട്ടത്തില്ലേ? ബാക്കി ഒരു സീറ്റ് കിട്ടുമെന്ന്, ബാക്കിയൊക്കെ ബാക്കിയുള്ളടത്ത് കിട്ടും. എല്ലാം കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടും. അയ്യോ, എന്നിട്ട് എന്താ ഗോവിന്ദേട്ടനെ കാണുന്നില്ല? അതായത് ശ്യാമളേച്ചിയുടെ ഭർത്താവ് വരുന്നില്ല പ്രചരണത്തിന്. ശ്യാമളേച്ചിയുടെ കൂട്ടുകാരി എവിടെ? ദിവ്യേച്ചി എവിടെ? സഗാത്തി കാണുവാനേ ഇല്ല. ഒരു പോസ്റ്റ് പോലും, പിന്തുണച്ചൊരു പോസ്റ്റ് പോലും ദിവ്യ ഇടുന്നില്ലല്ലോടോ നിങ്ങളുടെ ശ്യാമളയ്ക്ക് വേണ്ടി. ഇത്രയ്ക്ക് നന്ദികേട് പാടുണ്ടോ ദിവ്യയെ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ ആ ജയിലിന് വാതുക്കൽ വന്ന് നിന്ന് കരഞ്ഞ് രണ്ട് കണ്ണുനീർ പൊഴിച്ച ആളല്ലേ PK ശ്യാമള. സിനിമാ നടി വന്നിട്ടുണ്ടല്ലോ. അത് സിനിമാ നടി നിഖില വിമലോ? അയ്യോ, നമുക്കതല്ല, നിങ്ങളുടെ പാർട്ടിക്കാർ വന്നോന്നല്ലേ നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ ഏത് സിനിമാ നടന്മാരെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണ്? അയ്യോ, നിങ്ങളുടെ ഉള്ളിലിരിപ്പാണ് ഈ ഗതികെട്ട അവസ്ഥയാണ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ ഇറക്കാത്തത് അവരെയൊക്കെ? എന്താ ഇറക്കാത്തെ? അത് തന്നെ, അത് വാ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള വോട്ടും കൂടെ പോകും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് ഗദ്ഗതമുണ്ടായിട്ടോ. ഗദ്ഗതമുണ്ടായി. ഞാൻ വല്ലാതെ അങ്ങ് ദണ്ണിച്ചായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ നടന്നിരുന്ന, എങ്ങനെയൊക്കെ മതിച്ചു പുളച്ച് നടന്നിരുന്ന ആര്യ രാജേന്ദ്രനായിരുന്നു. കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു മൂലയിൽ പോയി നിൽക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ മാനവരെ? ശിവൻകുട്ടിയൊക്കെ വരണതിന് മുന്നേ തന്നെ പോവുകയും ചെയ്തു. എന്തൊരു ദേഷ്യമാണ് ചേച്ചി. ഞങ്ങളുടെ നമുക്ക് പരാതിയില്ല, പരിഭവമില്ല. ഉണ്ട്, പരാതി ഉണ്ട്, പരിഭവം ഉണ്ട്. ഇവിടുത്തെ തിരുവനന്തപുരത്തെ CPM-കാർക്കുണ്ട്. ഒറ്റ വേദിയിൽ കണ്ടേക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷൻ കൊണ്ട് തൊലച്ചല്ലോ.
കോഴിക്കോടും പോകുന്നില്ല. കോഴിക്കോട്ടും കയറ്റുന്നില്ല. അവിടെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഭർത്താവ് നിൽക്കുന്നുണ്ട്. ഏച്ചിയുടെ ഭർത്താവ് അവിടുത്തെ ബാലുശ്ശേരിയിലെ MLA ആയിട്ട് മത്സരിക്കുന്നുണ്ട്, സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഏച്ചി എവിടെയും പോകുന്നില്ല, അവിടുത്തെ കാര്യം അടിച്ചിറക്കിയാൻ തോന്നുന്നു. അവിടെ ഇല്ല, ഇവിടെ അതുകൊണ്ട് എന്താ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞോണ്ട് എന്താ മറ്റേ പ്രചരണത്തിന് പോക്കൂടെ? കുട്ടി അങ്ങോട്ട് കോർപ്പറേഷനിൽ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ഒതുക്കിയിട്ട് ഇപ്പം എല്ലാരും കൂടി തന്നെ പറഞ്ഞു ഒതുക്കിയത്. ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ്. ഉള്ളി തൊലിച്ചാനോ? എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി അതൊന്നും അംഗീകരിക്കാതെ ഇത്രയും ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്തിയിട്ട് ഇപ്പൊ വിഷമിക്കുന്നോ? എങ്ങനെ അധികാരം പോയത്? കയ്യിലിരിപ്പോണ്ടല്ലേ? അല്ല, ഞങ്ങൾ നല്ലതുപോലെ ഭരിച്ചതുകൊണ്ടാണ് അധികാരം പോയത്. നല്ലതുപോലെ ഭരിച്ചിട്ടാണോ അധികാരം പോയത്? നിങ്ങൾക്ക് അസൂയ കയറിയിട്ട് ഇങ്ങനെ നിന്നോ ഇനി തിരുവനന്തപുരം ന്യൂയോർക്ക് പോലെ ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മനഃപൂർവ്വം ഞങ്ങൾ ഇതിനു മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞിരുന്നത് ന്യൂയോർക്ക് ആണെന്നാണല്ലോ. അപ്പൊ ആയില്ലേ ഇതുവരെ? അടുത്ത സെറ്റ് ന്യൂസിലൻഡ് പോലെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ അങ്ങനെയാക്കും. എന്തൊക്കെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ എന്തെല്ലാം കേൾക്കണം. കുറെ ആൾക്കാർ വന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്ത് മോഡല്, കുറെ ആൾക്കാർ UP മോഡല്, കുറെ ആൾക്കാർ പറയുന്നത് അടിമുടി അങ്ങ് മാറ്റും. മറ്റു ചിലർ പറയുന്നത് ന്യൂയോർക്ക് മറ്റേ സ്വിറ്റ്സർലൻഡ് ഒക്കെ ആക്കുമെന്നാണ്. നമുക്കിതൊന്നും വേണ്ട. നമുക്ക് കേരളമായിട്ടിരുന്നാ മതി. കേരളം അങ്ങനെ ആക്കി തരാൻ പറ്റുമോ? കേരളം വികസിക്കാനാണ് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയും വികസിക്കണം. നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നേതാക്കന്മാർ വല്ലാതെ വികസിക്കുന്നുണ്ട്. ആശാനി പാലക്കാട് പിഷാരടിയെ BJP തടഞ്ഞു. മോശം. അതൊരുമാതിരി എനിക്ക് അവിടുത്തെ മണ്ടൻ ജിമ്മൻ ഉണ്ടല്ലോ, ഇങ്ങനെ വീർപ്പിച്ചു കെട്ടി നടക്കുന്നു. ഓനും ഓന്റെ ആൾക്കാരും തോന്നുന്നു. ഇങ്ങനെ ചെയ്യാമോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ തന്നെ ഒരു നാണക്കേടുണ്ട്, ജിമ്മന്മാരെല്ലാം മൊണ്ണകളാണെന്ന്. ഇവൻ ഇത് കുളമാക്കുമല്ലോ ഇത്. ആശാനെ പെണ്ണുങ്ങളാണ് തടഞ്ഞെന്ന്. പെണ്ണുങ്ങളാണ് BJP പ്രവർത്തകർ ഗുണ്ടികളാണോ? ഓ മൈ ഗോഡ്. BJP പ്രവർത്തകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ UPയും ഗുജറാത്തും അല്ല, കേരളമാണ് കേട്ടോ. കേരളം ആൾക്കാരെടുത്തിട്ട് പൊങ്കാലയിടും. അതിനെന്താ പിഷാരടിയുടെ ഗ്രാഫ് ഇങ്ങനെ നിന്ന ഗ്രാഫ് ഇപ്പൊ ഇങ്ങനെ ഉയർന്നിട്ടുണ്ട്. മിക്കവാറും ഗ്രാഫിനെക്കാട്ടിയും കൂടുതൽ ഉണ്ടാക്കാനാണ് സാധ്യത. ഉണ്ടാക്കാനാണോ? അപ്പൊ നിങ്ങളുടെ റസാക്ക് തോറ്റു തുന്നും പാടും. റസാക്ക് ദുർബലനാന്ന് എല്ലാവരും അങ്ങനെ പോരാട്ടം BJPയും തമ്മിലാണല്ലോ. പാലക്കാട് ഞങ്ങൾക്ക് കിട്ടാക്കരിയാണല്ലോ, അതിന്റെ ഗർവ് ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഇമാതിരി പണിയൊന്നും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. ഇവരുടെ മുഖ്യ ജനാധിപത്യ രാജ്യമല്ലേ? ഇവരുടെ മുഖ്യൻ ഇന്ന് ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയെ തടയുന്നത് എത്ര മ്ലേച്ഛമായ കാര്യമാണ്. ആരായി പറയുന്നേ? പ്രതിഷേധിക്കുന്നവരെ മറ്റേ തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോയി അണ്ടർവെയർ നിർത്തുന്ന ആൾക്കാരല്ലേടോ നിങ്ങള്? ആര് പറയുന്നല്ലേ? പറഞ്ഞു എന്നത് പോയിന്റ് നോക്കൂ. പിഷാരടിയെ തടഞ്ഞില്ലേ? ഇത് മോശമല്ലേ? ഒരു വ്യക്തിയെ ഇങ്ങനെ തടയാമോ? ഇവിടെ ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെ വോട്ട് ചോദിച്ചു പോയൊരു വ്യക്തിയെ തടഞ്ഞത് തീർത്തും അപലപനീയമാണ്. അപലപിച്ചു. ഇനി ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. അങ്ങോട്ട് മാറി നിന്ന് ഇനിയും അപലപിച്ചു. ഇനി പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഗോപാലകൃഷ്ണൻ മറ്റേ അവിടെ പോയി നിന്ന് ഗുരുവായൂർ പോയി നിന്ന് പറയുന്നത് കേട്ടില്ല. വാ തുറക്കുമ്പോൾ മുഴുവൻ വർഗീയത ഈ പറയുന്നത്. ആര്? ഗോപാലകൃഷ്ണൻ. ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നൊക്കെ ഒരു കളിയാക്കൽ നാട്ടുകാർ. ഞാനല്ല നാട്ടുകാരും പറയണതല്ലേ. പുള്ളിയുടെ ഡാൻസ് ഒക്കെ ഹിറ്റായെന്നും പറഞ്ഞു. പക്ഷേ പുള്ളിയുടെ ആ ഒരു ഇതിനോട് എനിക്ക് വലിയ താല്പര്യമാണ് കേട്ടോ. ഒരു നേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രവർത്തകർക്കിടയിൽ ഇറങ്ങി നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുക. അങ്ങനെ പിണറായിയെ കൊണ്ട് പറ്റുമോ? ഗോവിന്ദനെ കൊണ്ട്? ഓരോരുത്തർക്കും ഓരോ കിടക്കുപുറത്ത് എന്ന്. പക്ഷെ ആശാനെ ഇങ്ങനെ ഇത്രയും വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാമോ? എന്ത് മോശമാണ്. നിങ്ങൾ വർഗീയത പറയുന്നില്ലേ? ഞങ്ങൾ എന്ത് വർഗീയത പറഞ്ഞു? SDPIയുടെ കാര്യത്തിൽ എന്താ നിലപാട്? SDPI ഞങ്ങൾക്ക് ആരെയും വോട്ട് തടയാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഇത്തവണ നിങ്ങളുടെ എല്ലാവരും എത്ര അങ്ങോട്ട് അടക്കി വെക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള തനിക്കൊണ എല്ലാ പാർട്ടിക്കാരുടെയും പുറത്തു വരുന്നുണ്ട്. പച്ച വർഗീയത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് മതാധിഷ്ഠിതമായ വോട്ട് ബാങ്ക് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഇവിടുത്തെ നല്ല വോട്ടാണ് നമുക്ക് വേണ്ടത്. നല്ല വോട്ട് ചീത്ത വോട്ടെന്നൊക്കെ ഉണ്ടോ? നല്ല വോട്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാ? ISI മുദ്രയൊക്കെ ഉണ്ടാവുമോ? നമ്മളെ നെഞ്ചോട് ചേർക്കുന്നവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങളുടെ എന്നിട്ട് നിങ്ങളുടെ മണിയാശാൻ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം മേടിച്ച് നക്കിയിട്ട് ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിയെന്നല്ലേ ഇടോ? ഞങ്ങളുടെ 10 വർഷത്തെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടും. 10 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കിട്ടും. 10 ലക്ഷം കിട്ടത്തുള്ളൂ? അതിൽ കൂടുതൽ കിട്ടും. ഈ കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അതിലൊരു 1/4 ഞങ്ങൾക്ക് തന്നെ. അയ്യോ നിങ്ങൾക്ക് 1/4 നിങ്ങൾക്ക് മുഴുവട്ടാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ഇതിനുള്ളത് ഞാൻ പിന്നെ പറയാൻ കേട്ടോ. എല്ലാരും ഗോവിന്ദേട്ടനെ വിളിക്ക്.
ഭാര്യയ്ക്ക് പ്രചാരണത്തിന് ചെല്ലാൻ പറയൂ. ഗോവിന്ദേട്ടനെ മാധ്യമങ്ങൾ വിഷമത്തിലാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിലിരിപ്പേ മനസ്സിലിരിക്കേ ഉള്ളൂ. ഗോവിന്ദേട്ടനെ ഞങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിന് കിട്ടണം. വേണ്ട, അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ സ്വരാജ് സഖാവിനെ പറഞ്ഞു വിടുന്നത് ശരിയല്ല. സ്വരാജ് സഖാവ് സ്വരാജ് പറയുന്നത് എന്തുവാണെന്ന് സ്വരാജിന് പോലും മനസ്സിലാവുന്നില്ല. ആധിപത്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതാക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല. നിങ്ങൾ കൂടുതൽ വനവാസത്തിന് പോയി, അങ്ങനെ അതാണ് അപ്പക്കച്ചവടത്തിന് പോകുന്നതാണ്. അപ്പക്കച്ചവടത്തിനല്ല, വനവാസത്തിന് പോയി. അതെ അതെ അതെ. വലിക്കട മൂട്. ഒലക്കര മൂട്.